ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രേസി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻസ്റ്റൻറ്റ് ഇഡലിയുടെ റെസിപ്പിയാണ്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചു നോക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റമാണ്, ഒരു കിഡ്ലൻ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പൊതുവേ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ഇഡ്ഡലിയില്ലേ, അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ടാണ് എനിക്ക് ഈ റെസിപ്പിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. അതിന് കൂടെ ഞാനൊരു തേങ്ങ ചമ്മന്തി കൂടെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒരല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ കടുകിനേക്കാൾ കുറച്ച് കുറവായിട്ട് ഇത്തിരി ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കടുകും ചെറിയ ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മൂന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പച്ചമുളക് കുനുകുനാന്നരിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, ചെറിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിടണം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുകും ജീരകവും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ക്യാരറ്റാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ആവണം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ക്യാരറ്റ് ഒന്ന് കുറച്ചൊന്ന് വേവുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മുടെ റവ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്ത റവയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റവ പലതരത്തിലുള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ ആ ഒരു ലെവലിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ തീരെ ചെറുതായതുകൊണ്ട് ഒരു 4 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലുതാണെങ്കിൽ ഒരു 2 ചെറിയുള്ളി ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റിൽ ബാക്കിയുള്ള കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ബാക്കി ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് ഓവറല്ലേ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് ഓവറേ അല്ല. അപ്പം നമുക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് സർക്കാർ തരുന്ന കിറ്റിൽ ഒരു കുഞ്ഞു പാക്കറ്റിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാൽ മതി. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഗ്രേവി ആയിട്ടാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിനു മുന്നേ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അത് വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും ഒരു ചുവന്ന മുളക് 2ആയിട്ട് മുറിച്ചിട്ടതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത്തിരി ഒന്ന് ടൈറ്റാവും മാവ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ലൂസിൽ വേണം നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാൻ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഈസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ടാണ് ഈസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തിയും ഇഡ്ഡലിയൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീട്ടിൽ പത്തിരിയും ചപ്പാത്തിയും പുട്ടൊക്കെ മാറ്റി മാറ്റി ചുട്ടിട്ട് ബോറടിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് നല്ലൊരു കിഡിലൻ ഐറ്റമാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ഈ കിഡിലൻ ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.